നോക്കൂ, നിതിൻ ഗഡ്കരിയുടെ മകനാണോ ഈ പറയുന്ന ഇന്ത്യയിലെ എത്തനോൾ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള്? എത്തനോൾ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ലാഭം ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഈ പറയുന്ന എത്തനോൾ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗർ മിൽസ് എടുത്തു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന ഷുഗർ മില്ലുകളുടെ 50% കൈയാളുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കന്മാരാണ്. ഇപ്പോ മഹാരാഷ്ട്രയിൽ ആകെ 202 മില്ലുള്ളതിലെ 190 എണ്ണവും പ്രൈവറ്റ് മില്ലുകളാണ്. അതിന്റെ പകുതിയോളം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ ബാരൻ എന്ന് പറയുന്നത് ശരത് പവാർ ഫാമിലിയാണ്. ശരത് പവാർ ഫാമിലിക്ക് 458 TDP പ്രൊഡക്ഷൻ ആണ് ഒരു വർഷം ഉള്ളത്. ഏറ്റവും വലിയ ഷുഗർ ബാരനാണ്. അത് INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ലേ. വിലാസ്റാവ് ദേശ്മുഖാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഈ പറയുന്ന ഷുഗർ മില്ലിന്റെ ഉടമസ്ഥൻ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിതിൻ ഗഡ്കരിയെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? കാരണം ഈ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഷുഗർ ഇൻഡസ്ട്രി മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അതിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും, അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഗുണം ഉണ്ടാവും. നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 0.07% മാത്രമാണ്. അത് ഈ പറയുന്ന എത്തനോൾ പോളിസിക്ക് ശേഷം ആരംഭിച്ചിട്ടുള്ള കമ്പനിയല്ല, അതിനേക്കാൾ മുൻപേയുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചാണോ? അവിടെ തന്നെ ഈ ചർച്ച തെറ്റായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്തോ പുതിയ നയം നടപ്പാക്കിയെന്നാണ് പറയുന്നത്. ഇത് 20 വർഷത്തിലേറെ പഴക്കമുള്ള നയമല്ലേ? ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 2001-ലാണ്. അതിനുശേഷം 2004 പൈലറ്റ് പ്രോജക്ട് അനൗൺസ് ചെയ്തു. ഫോർമലി ആ പ്രോജക്ട് അനൗൺസ് ചെയ്തു. 5% എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ പോളിസി 2004 ആരംഭിച്ചു. 2006 UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് E5 പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്തത്. 10 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും 5% ബ്ലെൻഡിംഗ് നടത്താൻ പറഞ്ഞ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് 2006 പ്രഖ്യാപിച്ചു. 2013 ജനുവരി മാസത്തിൽ, അപ്പോഴും UPA സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത്, അപ്പോഴാണ് ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ഈ പോളിസി. പക്ഷെ ആ പോളിസി മുന്നോട്ട് പോയിട്ടില്ല. ഇത് ഒരേ സമയം രാജ്യത്തിന്റെ ഫോറിൻ റെമിറ്റൻസ് കുറയ്ക്കുന്നത് മാത്രമല്ല, ഇത് ഒരേ സമയത്ത് രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിനെ സംരക്ഷിക്കുന്നതും അതേ സമയത്ത് കർഷകരുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ്. ഇതിന്റെ അന്തിമ ഗുണഭോക്താവ് ആരാണ്? 20% നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന എത്തനോള് ഈ പറയുന്ന പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള ഇറക്കുമതിയുടെ ആശ്രയം കുറയുകയും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുകയും ചെയ്യും. 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി കൊണ്ട് ഇന്ത്യയിലെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കരിമ്പ് കർഷകർക്ക്, നെയ്സ് കൃഷി ചെയ്യുന്നവർക്ക്, സർപ്ലസ് ഗ്രെയിൻസിന്റെ കൃഷി നടത്തുന്ന ആളുകൾക്ക്, അവർക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഇല്ലാണ്ട് കൊലക്കയറിൽ തൂങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് അവർ രക്ഷിച്ച 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിൽ 1.97 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി. അതായത് നമുക്ക് അത്രയും പണം ലാഭിക്കാൻ സാധിച്ചു. ഇത് ഇന്ത്യയുടെ കരുതൽ ധനത്തിനല്ലേ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഒരു ഗുണമില്ല എന്നൊക്കെ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് പറയുന്നത്.